മുക്കം നഗരസഭയിൽ UDF വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രാദേശിക ധാരണ ഇത്തവണ കൂടുതൽ സീറ്റ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ അലസിപ്പോവുകയായിരുന്നു. മുക്കം നഗരസഭയിലാണ് UDF വെൽഫെയർ പാർട്ടി സഖ്യം തകർന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രാദേശിക ധാരണ ഇത്തവണ കൂടുതൽ സീറ്റ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ അലസിപ്പോവുകയായിരുന്നു. പതിറ്റാണ്ടുകളായി ഇടതാധിപത്യം പുലർത്തുന്ന മുക്കം നഗരസഭയിൽ കഴിഞ്ഞ തവണ വെൽഫെയർ UDF സഖ്യം 15 സീറ്റുകളാണ് നേടിയിരുന്നത്. എന്നാൽ 15 സീറ്റുകൾ ലഭിച്ച ഇടതുമുന്നണി ലീഗ് വിമതനായി ജയിച്ചു കയറിയ കൗൺസിലറുടെ പിന്തുണയിൽ ഭരണം പിടിക്കുകയായിരുന്നു. വെൽഫെയർ പാർട്ടിക്ക് ചേന്നമംഗല്ലൂരിലും പരിസരങ്ങളിലും വലിയ ശക്തിയാണുള്ളത്. കഴിഞ്ഞ തവണ നൽകിയ 4 സീറ്റ് ഇത്തവണ നൽകാൻ UDF തയ്യാറാവാതിരുന്നതാണ് സഖ്യത്തിൽ വിള്ളൽ വീഴാൻ കാരണം. തുടർന്ന് അവർ 6 സീറ്റിലേക്ക് ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 10 സീറ്റിൽ വരെ മത്സരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ തീരുമാനവും എടുത്തിരുന്നു. നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള UDF ശ്രമങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാവുമെന്നാണ് കണക്കുകൂട്ടുന്നത്. എന്നാൽ വെൽഫെയർ ബന്ധമില്ലാതെ തന്നെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന ഡിവിഷനുകളിൽ മേൽക്കോയ്മ നേടാനാവുമെന്ന ആത്മവിശ്വാസത്തിലുള്ള UDF നേതാക്കളുമുണ്ട്. ഇതോടെ മിക്ക വാർഡുകളിലും വാശിയേറിയ ത്രികോണ മത്സരത്തിനും കളമൊരുങ്ങുകയാണ്. കനത്ത മത്സരം നടന്നാലും 18, 19, 20 ഡിവിഷനുകളിൽ വെൽഫെയർ പാർട്ടി തന്നെ വിജയം നേടുമെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. അതേസമയം വെൽഫെയർ പാർട്ടിയുമായുള്ള ഏതൊരു ബന്ധവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്നും മതേതര വോട്ടുകൾ വ്യാപകമായി നഷ്ടമാവാൻ കാരണമാവുമെന്നും കരുതുന്നവരും UDFിലുണ്ട്. 33 ഡിവിഷനിൽ നിന്ന് 1 വർദ്ധിച്ച് ഇത്തവണ 34 എത്തിയിട്ടുണ്ട്. നിലവിൽ 8 സീറ്റ് മുസ്ലിം ലീഗിനും 4 സീറ്റ് കോൺഗ്രസിനുമുണ്ട്. ഇടതുപക്ഷം 15 ഇടത്ത് വിജയിച്ചപ്പോൾ BJP 2 ഇടത്ത് വിജയം നേടി. നഗരസഭയിൽ ഭരണം നിലനിർത്താൻ LDFും LDF ആധിപത്യത്തിന് തടയിട്ട് ഭരണം പിടിക്കാൻ UDFും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.